നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, മലയാള സിനിമയിൽ വലിയ രീതിയിൽ സെൻസർ ബോർഡ് ഒരു കടന്നുകയറ്റം നടത്തി. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായ ഒരു സിനിമയാണ് സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈ സിനിമയുടെ ജാനകി എന്ന പേര് മാറ്റണം എന്ന് പറഞ്ഞ് 92 സ്ഥലത്ത് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് വലിയ വിവാദമുണ്ടായത്. പക്ഷേ വലിയൊരു പോരാട്ടമാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു സമരജാല തന്നെയാണ് ഫെഫ്ക മുൻകൈയെടുത്ത് സെൻസർ ബോർഡ് ഓഫീസിൽ കഴിഞ്ഞ ജൂൺ 30 നടത്തുന്നത്. ഞാൻ ആ സമരത്തിന് പോയ ഒരാളാണ്. അന്ന് വലിയ സമരമായിരുന്നു. എല്ലാ സംഘടനകളും, സിനിമാ സംഘടനകൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ടൊരു സമരം നടത്തും. ഒരിക്കലും സെൻസർ ബോർഡിൻ്റെ കടന്നുകയറ്റം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിലേക്കായി പോയി. പിന്നീട് ആ കോടതി അത് ഏറ്റെടുക്കും. കോടതിയിൽ വാദം നടക്കുകയും വലിയ വാദങ്ങളായിരുന്നു നടത്തിക്കൊണ്ടത്. അതിനുശേഷം അന്നത്തെ വാദം പൂർത്തീകരിക്കുമ്പോൾ തന്നെ ഹൈക്കോടതി ജഡ്ജി പറഞ്ഞിരുന്നു ഈ സിനിമ നേരിട്ട് കാണുമെന്ന്. ബഹുമാനപ്പെട്ട കോടതി അത് ജൂലൈ 5-ാം തീയതി ശനിയാഴ്ച 11:30 മണിക്ക് ലാൽ മീഡിയയിൽ ചെന്ന് സിനിമ കാണുകയും ചെയ്തു. അതിനുശേഷമായിരുന്നു ഇന്ന് വാദം നടന്നത്. ആ വാദത്തിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത് എല്ലാ മീഡിയാസും ഇപ്പോൾ ഓൾറെഡി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുന്നത്. സിനിമാ പ്രേക്ഷകർ നമുക്കൊന്ന് മനസ്സിലാവും, മലയാള സിനിമ മേഖലയിൽ ഇത്തരം ഒരു സെൻസർ ബോർഡിൻ്റെ കടന്നുകയറ്റം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു പേരിൽ പോലും ജാതിവൽക്കരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് പോകുന്ന സെൻസർ ബോർഡിന് കടന്നുകയറ്റം അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് ഇത് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാം. ഈ പേര് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ ടൈറ്റിൽ മാറ്റാൻ തയ്യാറാണെന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ അറിയിച്ചു. അതാണ് നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ അറിയിച്ചു. പേരിനൊപ്പം ഇനിഷ്യൽ ചേർത്ത് ജാനകി വി എന്നാക്കി മാറ്റാമെന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതി അറിയിച്ചു. ഇത് തന്നെയാണ് ഈ കാര്യങ്ങൾ ഒരു സമവായത്തിലെത്തിയത്. അതിൽ സമവായം ആയത് അങ്ങനെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്ന് സെൻസർ ബോർഡ് കോടതിയെ അറിയിച്ചതോടെയാണ് പ്രശ്ന പരിഹാരത്തിന് വഴി തുറന്നത്. അപ്പം സെൻസർ ബോർഡിന് മനസ്സിലായി ഇത് അവിടെയൊന്നും നിൽക്കില്ല, ഈ സമരം അങ്ങ് ആളിപ്പടരും എന്ന് മനസ്സിലായപ്പോഴാണ് ഒരു സമവായത്തിന് ഈ സെൻസർ ബോർഡ് തയ്യാറായത്. ആദ്യം നിർദ്ദേശിച്ചതുപോലെ സിനിമയിലെ 96 ഇടത്ത് കട്ട് ചെയ്യണമെന്നും ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ലെന്നും സെൻസർ ബോർഡ് അറിയിച്ചു. ആദ്യം 96 ഇടങ്ങളിലാണ് ഇത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു 96 ഇടങ്ങളിൽ ഒരു 2.5 മണിക്കൂർ വരുന്ന സിനിമ 96 ഇടങ്ങളിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിനിമ ഉണ്ടാവില്ല. അതിൽ മേലെ സിനിമ വല്ല വാട്സാപ്പിൽ റീലായിട്ട് കൊടുക്കേണ്ടി വരും. അത് കൃത്യമായി വേണ്ട എന്ന് സെൻസർ ബോർഡ് പറയുന്നു. അപ്പോൾ സെൻസർ ബോർഡിന് മനസ്സിലായി ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നുവെന്ന്. അതോടൊപ്പം തന്നെ പകരം സിനിമയിലെ ടൈറ്റിലിൽ ചെറിയ മാറ്റം വരുത്തണം. ജാനകി എന്നതിന് പകരം വി ജാനകി എന്നോ ജാനകി വി എന്നോ ചേർക്കണം. ഒരു പേരിന് ഒരു ഇനിഷ്യൽ വെച്ചാൽ മതി എന്നാണ് പറയണത്. സെൻസർ ബോർഡിന് നിലനിൽപ്പിന് വേണ്ടിയാണ് അങ്ങനെയെങ്കിലും ഒരു വാശി പിടിച്ച് വന്നത്. അത് നിർമ്മാതാക്കൾ അംഗീകരിച്ചു. കാരണം കോടികൾ മുടക്കി വെച്ചിരിക്കുന്ന സിനിമ, ആ സിനിമ ഇറങ്ങിയില്ലെങ്കിൽ ആ സിനിമയ്ക്ക് വലിയ നഷ്ടം വരും. ഒരു ഡയറക്ടറിൻ്റെ വലിയ സ്വപ്നം, അതിൽ അഭിനയിച്ചവർക്ക് ആ സിനിമയിൽ കാണാനുള്ള ആകാംക്ഷ, അതുപോലെ പ്രേക്ഷകരുമുണ്ട്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് നിർമ്മാതാക്കൾ സെൻസർ ബോർഡ് ആ വിട്ടുവീഴ്ചയ്ക്ക് വന്ന് മുട്ടുമടക്കി വന്നപ്പോൾ നിർമ്മാതാക്കൾ ആ പേരിനോടൊപ്പം ഒരു ഇനിഷ്യൽ ചേർക്കാമെന്ന് പറഞ്ഞു. 2 സ്ഥലങ്ങളിൽ മ്യൂട്ട് ചെയ്യണമെന്നുള്ള ഡിമാൻഡ് ഇപ്സിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ സീനുകൾ കട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം ചർച്ചയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സാധ്യമല്ല എന്ന് പ്രൊഡക്ഷൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. എൻ്റെ കൂടെ തന്നെ നിന്ന് ആ സീനിൻ്റെ എത്രത്തോളം ആവശ്യകത സിനിമയിലുണ്ടെന്ന് മനസ്സിലാക്കി പ്രൊഡ്യൂസേഴ്സ് തന്നെ അത് പറ്റില്ല എന്നൊരു തീരുമാനം എടുത്തു. വളരെ വിചിത്രമായ വാദങ്ങളാണ് സെൻസർ ബോർഡ് രാവിലെ കൊടുത്ത അഫിഡവിറ്റ് വെച്ചിട്ട്. താങ്കൾക്ക് അത് കണ്ടിട്ട് എന്ത് തോന്നി? സാറ് പറഞ്ഞതുപോലെ അത് മെറിറ്റിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന വിഷയമാണ്. അത് കണ്ടെന്ന് തോന്നുന്നു, ചെയ്യുന്നില്ലേ, വായിച്ചിരുന്നെന്ന് തോന്നില്ലേ. അത് നമുക്ക് പുറത്തുപോലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ അതിന് പറഞ്ഞിരിക്കുന്നത്. സിനിമയുടെ കോണ്ടന്റിലെ മാറ്റം സാധ്യത കുറവാണ്. ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിരാശയുണ്ടോ? ഒരിക്കലും ഇല്ല. ഇവിടം വരെ എത്താൻ സാധിച്ചത് തന്നെ ഭയങ്കര വലിയ സന്തോഷകരമായ കാര്യമാണ്. അങ്ങനൊന്നും ഇല്ല. ഇത് സിനിമ ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം. ഈ നിൽക്കുന്ന എല്ലാവരും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് 2-3 വർഷമായിട്ട് ഒരുപോലെ എൻ്റെ പുറകെ നിന്ന് ഒരു ആൾക്കാരാണ് ഈ പ്രൊഡക്ഷനിൽ ഇത്രയും പേര്. പ്രൊഡ്യൂസറാണ്, അദ്ദേഹത്തെ ഇതുവരെയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഫണീന്ദ്രകുമാർ, ഹീസ് ഫ്രം ചെന്നൈ കോസ്മോസ് എൻ്റർടൈൻമെൻറ്റ്. അപ്പം ഇത്രയും പേര്, സുജിത്തേട്ടൻ, മോനേട്ടൻ, കിരൺ, എല്ലാവരും ഉണ്ട്. സേജ് ചേട്ടാ
കംപ്ലീറ്റ് ഇത്രയും പേര് നിന്നത് എന്തോ എപ്പോഴത്തേക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കരുതുന്നത്? കാരണം പോസ്റ്ററുകൾ അടക്കമുള്ള കാര്യങ്ങൾ അടക്കണം. ഇനി ഇതിന്റെ എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് നമ്മൾ ഈ നാളെയോ മറ്റന്നാളോ ഇത് സബ്മിറ്റ് ചെയ്യുന്നതനുസരിച്ച് വിതിൻ 3 വർക്കിംഗ് ഡേയ്സിനകത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെന്നാണ് കോടതി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓണം സിനിമകളൊക്കെ വരുന്ന ഒരു ടൈമാണ് വരും. എന്ന് ഇത് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എന്ന് ഇഷ്യൂ ചെയ്യാൻ പറ്റുമെന്ന് എന്നേക്കാൾ പറയാൻ സാധ്യതയുള്ളത് ഡിസ്ട്രിബ്യൂട്ടർക്കാണ്. 18th ആണ് അദ്ദേഹം റിലീസ് പ്ലാൻ ചെയ്യുന്നത്, ശ്രമിക്കുന്നത് 18th തന്നെയാണ്. കൂടാതെ കോടതി രംഗങ്ങളിലെ ഒരു ഭാഗം നീക്കണം, ജാനകി എന്ന പേര് വരുന്ന ഭാഗം മ്യൂട്ട് ചെയ്യണം. ഇതായിരുന്നു ഇവരുടെ ആവശ്യം. എനിക്കൊന്ന് 2 ഇടങ്ങൾ മ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു, 2 ഇടങ്ങളിൽ സൈലൻ്റ് ആക്കാൻ തീരുമാനിച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ ചൂണ്ടിക്കാട്ടിയായിരുന്നു. ബലാത്സംഗത്തിനിരയായ ജാനകിയെ വിസ്തരിക്കുന്ന പ്രതിഭാഗം അഭിഭാഷകൻ ഇതര മതസ്ഥനാണ്. ജാനകി എന്ന കഥാപാത്രത്തെ അപമാനിക്കുന്ന ചോദ്യങ്ങൾ ഈ സീനിലുണ്ടെന്നും മതങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് കാരണമാകുമെന്നും സെൻസർ ബോർഡ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നു. അവിടെയാണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഗീയത കൊണ്ടുവരാമെന്നാണ് സെൻസർ ബോർഡ്. ജാനകി എന്ന ഒരു പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി ആ സീൻ വാദിക്കുന്നത് എനിക്കൊന്ന് സുരേഷ് ഗോപിയാണ് വാദിക്കുക. സുരേഷ് ഗോപി അന്യൊരു മതസ്ഥനാണ്. അത് വലിയ രീതിയിലാണ് ഇവർ പറയുന്നത്, സത്യവാങ്മൂലത്തിൽ പറയുന്നതാണ്. അത് ഒരു ശരിയായ നടപടിയായിട്ട് നമുക്കാർക്കും തോന്നുന്നില്ല. പക്ഷെ അത് വേണ്ട എന്നാണ് കോടതി പറഞ്ഞതെന്നാണ് ലഭിക്കുന്ന വിവരം. അത് മാറ്റേണ്ട കാര്യമില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇതിനുശേഷം കൃത്യമായി കോടതിയിൽ വാദത്തിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി നിർമ്മാതാക്കളോട് ചോദിച്ചിരുന്നു. ഇപ്രകാരമാണ് സിനിമയുടെ ടൈറ്റിൽ മാറ്റാൻ തയ്യാറാണെന്ന് നിർമ്മാതാക്കളെ കോടതി അറിയിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് കോടതി അറിയിച്ചത്. പേരിനൊപ്പം ഇനിഷ്യൽ ചേർത്ത് ജാനകി വി എന്നാക്കി മാറ്റാമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. കോടതി രംഗങ്ങളിൽ പേര് മ്യൂട്ട് ചെയ്യണമെന്ന് സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശം അംഗീകരിക്കുന്നതായും നിർമ്മാതാക്കൾ അറിയിച്ചു. അതാണ് നേരത്തെ 2 ഇടങ്ങളിൽ തന്നെ കോടതി രംഗങ്ങളിൽ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യാമെന്ന് ഇവർ അറിയിച്ചു എന്നാണ് പറയുന്നത്. റീ എഡിറ്റ് ചെയ്ത പതിപ്പ് സമർപ്പിച്ച് 3 ദിവസത്തിനകം സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻസർ ബോർഡിന് കോടതി അറിയിച്ചിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ റീ എഡിറ്റ് ചെയ്യുന്നത് 3 ദിവസത്തിന് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കോടതി കൃത്യമായി സെൻസർ ബോർഡിനോട് പറയുന്നു. അതോടൊപ്പം തന്നെ റിലീസ് നീട്ടിക്കൊണ്ട് പോയാൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നും എത്രയും വേഗം പുതിയ പതിപ്പ് സെൻസർ ബോർഡിൽ നിന്നും സമർപ്പിക്കണമെന്നും സിനിമയുടെ അണിയറ പ്രവർത്തകരും ആവശ്യപ്പെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. ഇതെല്ലാം ശേഷം കോടതി പറഞ്ഞ ഒരു ഒറ്റ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഹർജി കോടതി അടുത്ത ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. അടുത്ത ബുധനാഴ്ചയാണ് കോടതി ഒരു തീർപ്പ് കൽപ്പിക്കുന്നത്. ഇവിടെയാണ് ഒരു സംഘടനയുടെ ബലം, സംഘടനകളുടെ ബലം ഒരു വലിയ സമരമുറയിലേക്ക് പോയി. എല്ലാവരും അതിൽ ഒത്തുചേർന്നു. നമസ്കാരം ഉണ്ണി സാറേ. എന്തായാലും ജൂൺ 30-നായിരുന്നു നമ്മളൊരു സമരം നടത്തിയത്. ആ സമരം ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിയെന്ന് എനിക്ക് സ്വയം തോന്നുന്നു. എന്തായാലും ജാനകി എന്നൊരു പേരിൽ ഒരു ഇനിഷ്യൽ മാത്രം ചേർത്ത് റിലീസ് ചെയ്യാൻ ഒരു കോടതി അനുമതി നൽകുന്നു. 96 സ്ഥലങ്ങൾ മ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് 2 സ്ഥലങ്ങളാക്കി കുറച്ചിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഈ സമയത്ത്? അല്ല, ഇതിനകത്ത് പരാജയങ്ങളുടെ പ്രശ്നമല്ല ഞാൻ കാണുന്നത്. ഇത് നമ്മൾ വിജയിച്ചോ അവർ തോറ്റോ, അല്ലെങ്കിൽ അവർ വിജയിച്ചോ നമ്മൾ തോറ്റോ എന്നുള്ളതല്ല. നമ്മൾ അന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ, നമ്മൾ ഊന്നി പറഞ്ഞൊരു സംഗതി, ഇത് ഒറ്റ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു ചെറുത്തുനിൽപ്പല്ല. ഈ സിനിമയുടെ കാര്യത്തിൽ CBFC എടുത്തൊരു നിലപാടുണ്ടല്ലോ, അതൊരു കീഴ്വഴക്കമായി മാറുകയും ഇനി വരുന്ന സിനിമകൾക്ക് അത് ബാധകമാകുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ചെറുത്ത് നിൽക്കേണ്ടത്. അപ്പൊ എന്ത് വേണം? അത് കൂടുതൽ സുതാര്യമായ നടപടിക്രമം വേണം, കുറച്ചും കൂടി വ്യക്തമായി നിർവചിക്കപ്പെട്ട നിയമങ്ങൾ വേണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം. അപ്പൊ നമ്മളുടെ ചെറുത്തുനിൽപ്പ് അവസാനിക്കുന്നില്ല, നമ്മുടേത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ റിലീസ് ചെയ്യാന്നുള്ള സമ്മർദ്ദത്തിന് മുകളിൽ ഒരു സമവായത്തിലേക്ക് ഇതിന്റെ നിർമ്മാതാവും സംവിധായകനും ഒക്കെ നിർബന്ധിക്കപ്പെടുന്നതിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള പരാതിയുമില്ല, ആശങ്കയുമില്ല. കാരണം അതൊരു സിനിമ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യേണ്ട ഒരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആണ്. തീർച്ചയായും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അവര് മുൻ നിലപാടിൽ നിന്ന് ബഹുദൂരം പുറകോട്ട് പോയിരിക്കുന്നു, അതിന് യാതൊരു സംശയവുമില്ല. ആ സിനിമ സമവായത്തിലൂടെ റിലീസ് ചെയ്യപ്പെടട്ടെ. പക്ഷെ ഇനിയും ഇത് ആവർത്തിക്കപ്പെടുമല്ലോ, ഇതേ നിലപാട് ആവർത്തിക്കപ്പെടുമല്ലോ. ആ ഒരു ഭീഷണി ശരിക്കും പറഞ്ഞാൽ ഡെമോക്രസിന്റെ വാള് പോലെ എല്ലാ ഫിലിം മേക്കേഴ്സിന്റെയും നിർമ്മാതാക്കളുടെയും തലയ്ക്ക് മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സൊല്യൂഷനാണ് വേണ്ടത്. ഇപ്പം നമ്മളുടെ നിർമ്മാതാക്കളുടെ ഈ ദീർഘകാലത്തെ നേതൃത്വത്തിൽ ഇരുന്നിട്ടുള്ള ശ്രീ സുരേഷ് കുമാർ, അദ്ദേഹം നമ്മൾ എല്ലാവരും ഒപ്പിട്ട ഒരു നിവേദനം കേന്ദ്ര മന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി.
അപ്പോൾ അതിനകത്തൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, തുറന്ന ചർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വ്യക്തിപരമായ കലഹങ്ങളോ അങ്ങനെയുള്ള കലഹങ്ങളിലല്ല നമുക്ക് താല്പര്യം. നമുക്ക് വേണ്ടത് എന്താണ്? ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കറക്ഷൻസ് ആണ്, തിരുത്തലുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. താൽക്കാലികമായി എന്ത് സംഭവിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് പ്രാധാന്യം കൊടുക്കേണ്ട സംഗതി. താങ്ക് യു വെരി മച്ച്. ഓക്കെ. പക്ഷെ ബഹുമാനപ്പെട്ട കോടതിക്ക് ഇത്തരമൊരു സെൻസർ ബോർഡിലെ ഒരു കടന്നുകയറ്റം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയ്ക്ക് എത്തി. ഈ സെൻസർ ബോർഡ് തന്നെ മുട്ടുമടക്കുന്ന നിലയിലേക്ക് പോയി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവരൊരു സമവായത്തിൽ വരികയും അത് ഈ പേരിനോടൊപ്പം ജാനകി വി എന്നാക്കുകയും എന്നാൽ 96 ഇടങ്ങൾ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് വെക്കുകയും ഒരു കോടതി സീനിൽ അത് വാദം കട്ട് ചെയ്ത് കളയണം, അത് വേണ്ട എന്ന് വെച്ചിട്ട് 2 സ്ഥലത്തിൽ ജാനകി എന്ന പേര് വീട്ടുകയും ചെയ്തു. ഈ സമൂഹത്തിൽ ഇനി ഒരു സിനിമ ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് സെൻസർ ബോർഡിൽ എൻ്റെ സിനിമയ്ക്ക് ഇതാണ് പേര്, ഈ പേര് ഇട്ടോട്ടെ എന്ന് അനുമതി മേടിക്കേണ്ട ഒരു നിലയിലേക്ക് മലയാള സിനിമ പോകുന്നു. ആ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. സെൻസർ ബോർഡിൽ ഇരിക്കുന്നവർ അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതാരാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നിർദ്ദേശം നൽകുന്നതെങ്കിൽ അവർ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വലിയ ജാതി വർഗീയത കൊണ്ടുവരാനാണ് ഈ സിനിമ എന്ന മാധ്യമങ്ങളിലൂടെ സിനിമ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ അത് വർഗീയതയാക്കിയെടുക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. എനിക്കൊന്ന് കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു സിനിമ കാണാൻ ബഹുമാനപ്പെട്ട കോടതി എത്തുന്നതും ആ സിനിമ കാണുകയും ചെയ്യുന്നത്. പുറത്ത് നടന്നിട്ടുണ്ടാകാം, എൻ്റെ അറിവിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ്. എന്തായാലും ഈ ഒരു പോരാട്ടം നിർമ്മാതാക്കളുടെയും അതിൻ്റെ അടിയറപ്പുറത്ത് പോരാട്ടം വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്നാൽ പൂർണ്ണ വിജയമല്ല. അവർ പിടിച്ച ചില കാര്യങ്ങൾ നടത്താൻ സെൻസർ ബോർഡിനും സാധിച്ചു. എന്തായാലും ഇനി ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടാകല്ല. ഇതൊറ്റക്കെട്ടായി മലയാളികളെല്ലാവരും ഒറ്റക്കായി, അതിനകത്ത് ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നേരിടേണ്ട ഒരു കാര്യമാണ്. അതിന് ഒരു മാറ്റവുമില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.